ഈ വിമാനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ F-22, F-16, F-35 എന്നൊക്കെ പറയും. റാപ്റ്റർ, F-22 റാപ്റ്ററാണ് അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായ സ്റ്റെൽത്ത്. അത് അവർ ആർക്കും കൊടുക്കില്ല. പക്ഷെ ഇപ്പോൾ ജപ്പാൻ ഒരു പുതിയ വിമാനം കൊടുക്കാം, ആദ്യമായിട്ട് അമേരിക്ക പുറത്തു കൊടുക്കുകയാണെന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ത്യക്ക് ഇട്ടൊരു പണിയുണ്ടെന്ന് കേൾക്കുന്നില്ല. അത് പണിയുണ്ടത്. F-47 അവരുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് വിമാനമാണ്. അത് 6th ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6ാം തലമുറ വിമാനം F-47 ഇതുവരെ ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല, കച്ചവടം ഉറപ്പിച്ചിട്ടുമില്ല. പക്ഷെ ട്രംപ് അങ്ങോട്ട് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബെ 23-ാം തീയതി, ഈ മെയ് 23-ാം തീയതി അങ്ങോട്ട് വിളിച്ചു. ഈ F-47 കൊടുക്കാമെന്ന് അറിയിച്ചു എന്ന് ജപ്പാനിലെ പത്രം അസാഹി ഷിംബുണിൽ പ്രസിദ്ധീകരിച്ചു. അസാഹി ഷിംബുൺ ലോകത്ത് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രമാണെന്ന് എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. അസാഹി ഷിംബുൺ ഞാനിപ്പോൾ അതാണോ എന്നുള്ളത് നോക്കിയിട്ടില്ല കേട്ടോ. പണ്ട് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അസാഹി ഷിംബുൺ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം. അപ്പോൾ അങ്ങോട്ട് വിളിച്ചു. മെയ് 23-ാം തീയതി F-47 തരാം, പിന്നെ F-22 റാപ്റ്റർ തരാം. റാപ്റ്റർ കൊടുക്കാം. ഇസ്രായേലിന് പോലും കൊടുത്തിട്ടില്ല. ഇല്ല, കൊടുത്തില്ല. റാപ്റ്റർ തരാം, അപ്ഗ്രേഡഡ് F-35 തരാം. ഈ 3 വാഗ്ദാനങ്ങളും വെച്ചിട്ടുണ്ട്. F-35 നമുക്ക് തരാൻ നമ്മൾ വേണ്ടടേ എന്ന് പറഞ്ഞു. നമുക്ക് സുഹോയ് മതി. ഇപ്പോഴും നമ്മളോട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടു, ആദ്യം അതിന്റെ താഴെയുള്ളവരെണ്ണം തന്നിട്ട് പിന്നെ F-35 നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊതിപ്പിക്കുന്ന പോലെ. നമുക്ക് വേണ്ടത് നമ്മൾ 35 തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ലൈറ്റ്നിങ് നമുക്ക് F-35 ലൈറ്റ്നിങ് വേണ്ട, F-22 വേണം നോക്കാം, റാപ്റ്റർ വേണം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എയർ ഡോമിനൻസ്, ഈ കോമ്പാറ്റ് വെഹിക്കിളാണ്, വിമാനമാണ് ഇത്. എൻജിൻ നെക്സ്റ്റ് ജനറേഷൻ AD എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു പരിപാടി, നമ്മളിപ്പോൾ ജപ്പാനും ബ്രിട്ടനും ഇറ്റലിയും ഒക്കെ ക്ഷണിച്ചിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഈ 6th ജനറേഷൻ യുദ്ധവിമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി. അതെ, നമ്മളൊരു കൊളാബറേഷന് വേണ്ടി. അവർക്ക് കാശ് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് അവസാനം നമ്മളെ അവർക്ക് വീഡിയോ ചെയ്തു. നമ്മളെ അവർക്ക് സംശയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് ഇവിടെയും കൂടി ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഇതിന്റെ രഹസ്യമൊക്കെ ലീക്ക് ചെയ്ത് റഷ്യക്ക് കിട്ടുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ആദ്യം മടിച്ചത്. പക്ഷെ ഇറ്റലിയെ ചേർത്തു. അതില് ഇന്ത്യയെ ചേർക്കുന്നതിന് പകരം ഇറ്റലിയെ ചേർത്തു. എന്നിട്ടും ഇത് ടേക്ക് ഓഫ് ചെയ്യില്ല ഈ പദ്ധതി എന്ന് തോന്നിയുകൊണ്ട് ഇപ്പോൾ അടുത്തിടെ 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ ചർച്ചയ്ക്കൊക്കെ വന്നപ്പോൾ നമ്മളെയും ക്ഷണിച്ചു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഇന്ത്യനെയും ഇറ്റലിയെയും ഒക്കെ കൂട്ടി ഇതുണ്ടാക്കാൻ കാശുണ്ടാക്കി നടക്കണ്ട, സാധനം ഞാനങ്ങ് തന്നേക്കാം, ഞങ്ങളുടെ കയ്യിൽ റെഡിയാണ്, നിങ്ങൾക്ക് ഇത് ഇനിയിപ്പോൾ 2040 2035 എന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ, ഞങ്ങളിതേ സാധനങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പദ്ധതി അബോർട്ട് ചെയ്യണം, പദ്ധതി റദ്ദാക്കണം. അപ്പോൾ GCPA ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം, GCPA അതാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന ആ പദ്ധതി. അപ്പോൾ ജപ്പാൻ പിന്മാറുക, ഇന്ത്യ ഏറ്റവും പുതുതായിട്ട് വന്ന വൻശക്തിയാണല്ലോ. ഇന്ത്യ അങ്ങനെ വൻശക്തിയൊന്നും ആകണ്ട, 6ാം ജനറേഷൻ വിമാനം ഇന്ത്യയിൽ ഉണ്ടാക്കണ്ട എന്നൊക്കെയുള്ള ഈ അട്ടിമറി ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ കോമ്പാറ്റ് ജെറ്റ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ജപ്പാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. പക്ഷെ ജപ്പാന് ഈ പദ്ധതി 2035 ഈ വിമാനം ഉണ്ടായി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ബ്രിട്ടനും ഇറ്റലിയും വലിയ അമാന്തം വരുത്തുന്നു എന്നുള്ള തോന്നൽ ജപ്പാനുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൂടുതൽ F-35 അത് വിൽക്കാൻ പൊതുവേ ഈ ജപ്പാൻ 2ാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ നിന്നും മാത്രമാണ് വിമാനങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ജപ്പാൻ പ്രധാനപ്പെട്ട ഒരു വിപണിയാണ് വിമാനങ്ങളുടെ. ആ വിപണി പോകാനും പാടില്ല എന്നുള്ള കച്ചവട താല്പര്യം കൂടി ഇതിൻ്റെ പിന്നിൽ കാണും. അവർ നമ്മുടെ തന്നെ വിമാനങ്ങൾ വാങ്ങട്ടെ, പുതിയതൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള താല്പര്യവും കാണും. അപ്പോൾ കൂടുതൽ F-35 വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇപ്പോൾ ഉള്ള F-15 ഫ്ലീറ്റ്
അപ്ഗ്രേഡ് ചെയ്യാനും ജപ്പാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അമേരിക്കയെ മൊത്തത്തിൽ കൈയൊഴിയാനും പ്രയാസമുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ റിപ്പയർ കാര്യങ്ങളും ഒക്കെ അമേരിക്ക തന്നെ ചെയ്തു. കാരണം വാങ്ങിയിരിക്കുന്ന മുഴുവൻ അമേരിക്കൻ സാധനമാണ്. അമേരിക്കയെ അങ്ങനെ വിടാൻ പറ്റില്ല. മറ്റായുധങ്ങളും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അവർ വാങ്ങുന്നത്. പിന്നെ അവർക്ക് ഇവിടെ ഈ ചൈന സ്വന്തം നിലയ്ക്ക് അടുത്ത 6th ജനറേഷൻ J-36, J-50 അത് പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ മേഖലയിൽ ഒരു 6th ജനറേഷൻ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ക്ഷണം സ്വീകരിച്ചത്. നമുക്കൊരു 6th ജനറേഷൻ വിമാനം വേണം എന്നുള്ളത്. അപ്പം അതും കണ്ടിട്ടുണ്ടാവും അമേരിക്ക. അങ്ങനെ കുറച്ച് പുറകിൽ നിന്നോട്ടെ, ഇന്ത്യ ഇങ്ങനെ വളരേണ്ടതില്ല, നമ്മുടെ മുമ്പിൽ വളരേണ്ടതില്ല. കാരണം വേറെ ചില കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പം നമ്മൾ 4ാമത്തെ വൻശക്തി ആയെങ്കിലും വേറെ ഒരുപാട് ഡാറ്റകൾ നോക്കിയാൽ നമ്മുടെ സമ്പദ് രംഗം 15 ട്രില്യൺ ആണ് എന്ന് ഈ സാമ്പത്തിക പത്രങ്ങളിലൊക്കെ കാണും. കാരണം നമ്മൾ പുറത്തു കൊടുക്കുന്ന വായ്പകൾ, ഇങ്ങോട്ടുള്ളത്, പിന്നെ ഈ ഡിഫൻസ്, ആയുധ വിപണി, ഇങ്ങനെ മൊത്തം കച്ചവട ഡാറ്റകൾ, കയറ്റുമതി ഇറക്കുമതി എല്ലാം നോക്കുകയാണെങ്കിൽ 15 ശരിയായിരിക്കും. 15 ട്രില്യൺ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പകുതിയായില്ലേ, ചൈനയുടെ അടുത്തുമൊക്കെ വന്നു നമ്മൾ. അപ്പം മാർച്ചിൽ ട്രംപ് F-47 കരാറ് ബോയിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ജനറേഷൻ F-47 ഉണ്ടാക്കാനുള്ള കരാറ് മാർച്ചിൽ ബോയിങ്ങുമായി ഒപ്പുവെച്ചു അമേരിക്ക. അപ്പം അതിനി ഉണ്ടായി വരുന്നതാണ്, അതാണ് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റേ പദ്ധതി 2035 ഉണ്ടാക്കാം എന്നുള്ളത് പദ്ധതി ഇല്ലാതാവും എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പോർട്ട് വേർഷനും F-47 ഉണ്ടാവും. 10% അതിൻ്റെ സൗകര്യങ്ങൾ കുറയ്ക്കുന്ന ഒരു എക്സ്പോർട്ട് വേർഷൻ. അതെല്ലാ വിമാനങ്ങൾക്കും അങ്ങനെയാണ്. എക്സ്പോർട്ട് വേർഷനിൽ അവരുടെ ഒറിജിനലിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവത്തില്ല, റേഞ്ചും ഒക്കെ കുറവായിരിക്കും. അത് ചൈനയും പാകിസ്ഥാനും കൊടുക്കുമ്പോഴും അങ്ങനെയാണല്ലോ. PL-15E എന്ന് പറഞ്ഞാലേ കൊടുക്കുന്നത്, 15 അല്ല. അപ്പോൾ F-35 20 രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ എക്സ്പോർട്ട് വേർഷൻ F-35. ഈ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വില കുറഞ്ഞു കിട്ടും. അത് മാത്രമല്ല, ഈ അമേരിക്ക വിമാനങ്ങൾ കൊടുക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. അമേരിക്ക ഇപ്പോൾ F-16 പാകിസ്ഥാന് കൊടുത്തു, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അവർ ഉപയോഗിച്ചപ്പോൾ നമ്മളെടുത്ത് അടിച്ചു കളഞ്ഞത്. പക്ഷേ ഇങ്ങനെ വേറെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ F-35 ഒക്കെ തന്നു കഴിയുമ്പോൾ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നത് നമുക്ക് ഗുണമില്ല. ഇവന്റെ കച്ചവടം നടക്കും. ആ സാധനം മേടിച്ചിട്ട് നമുക്ക് ചുമ്മാ പറപ്പിച്ച് കളിക്കാനേ പറ്റുള്ളൂ. പാകിസ്ഥാനെതിരെ അടിക്കാൻ പറ്റില്ല, പിന്നെ ആർക്കെതിരെ അടിക്കാൻ പറ്റും? നമുക്ക് റഷ്യയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ ധാരാളം. ഒപ്പം അത് മാത്രമല്ല, മറ്റൊന്നുകൂടെ, ഈ വിമാനത്തിന്റെ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചാലും ഇതിന്റെ ഒരു റിമോട്ട് ആക്സസ് അമേരിക്കയുടെ കയ്യിലുണ്ടാവും. അതുണ്ടാവും. നമ്മൾ പറപ്പിച്ചുകൊണ്ട് വിമാനം വേണേൽ അവനെ ഓഫ് ചെയ്യാൻ പറ്റും. അതും ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എവിടെ എന്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ സ്നാഗ് ഉണ്ടാക്കിയിട്ടും തരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒരു രഹസ്യ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനം അമേരിക്കയുടെ കൺട്രോളിലാവും, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമല്ല. തന്നെ നമുക്ക് ആ തേജസിന്റെ എഞ്ചിൻ മനഃപൂർവ്വം തരാതിരുന്നു. ജിയുടെ ഒരെണ്ണം തന്നു. മറ്റേ കോവിഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ബൈഡന്റെ കാലത്ത് വൈകിപ്പിച്ചുകൊണ്ടിരുന്നു. വിശ്വസിക്കാൻ കൊള്ളില്ല ഇത്തരം കച്ചവടങ്ങളിലൊന്നും. അതുകൊണ്ട് നമ്മൾ S-400 മേടിക്കുമ്പോൾ തന്നെ ഉപരോധം എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അത് തുർക്കിയും പേടിപ്പിച്ചുകൊണ്ടിരുന്നു. തുർക്കിയും മേടിച്ചു റഷ്യയുടെ എന്ന്. അപ്പോൾ ഇത് ഇൻഫോ ഡിഫൻസ എന്ന് പറഞ്ഞ ഡിഫൻസ് സൈറ്റിൽ പറയുന്നുണ്ട്, അമേരിക്കയും ഇസ്രയേലും ഈ GCAP പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഇപ്പം ഇന്ത്യയെ ക്ഷണിച്ച്, അതിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ പ്രോജക്റ്റിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. 2ാം ലോക യുദ്ധം കഴിഞ്ഞ് ജപ്പാൻ അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ F-13 അമേരിക്ക കഴിഞ്ഞാൽ ഉള്ള രാജ്യമാണ് ജപ്പാൻ. 147 എണ്ണം ഉണ്ട് F-35 അവരുടെ കയ്യിൽ. പിന്നെ അവരുടെ കയ്യിൽ F-35A ഉണ്ട് 105 എണ്ണം. മറ്റേ 147 പുറമെ F-35B 42 എണ്ണം ഉണ്ട് ജപ്പാൻ്റെ കയ്യിൽ. പിന്നെ 155 F-15J ജപ്പാനിലുണ്ട്. F-15DJ അത് ട്രെയിനർ എയർക്രാഫ്റ്റ് അതുണ്ട് ജപ്പാനിൽ. ഈ F വെറൈറ്റികൾ മുഴുവൻ അവിടെ ഉണ്ട്.
പിന്നെ F2 പകരമാണ് ഈ FX എന്ന് പറയുന്ന ഈ 6th ജനറേഷൻ ഉദ്ദേശിച്ചിരുന്നത് ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാൻ. 2022 നവംബറിൽ അതിന് ബ്രിട്ടനും ഇറ്റലിയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യ ക്ഷണിച്ചത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പോൾ അമേരിക്കയ്ക്ക് ജപ്പാന്റെ വിപണി പ്രധാനം, GCAPയിൽ നിന്ന് ജപ്പാൻ വിച്ഛേദിക്കണം എന്നുള്ള താല്പര്യം. അപ്പോൾ 2040 അപ്പുറം അത് ആ 6th ജനറേഷൻ പോവോ എന്നുള്ള സംശയം ജപ്പാനുണ്ട്. അതുകൊണ്ടൊരു ചൂണ്ട, ഞങ്ങൾ 3 വിമാനം തരാം എന്ന് പറയുന്ന ചൂണ്ട. പിന്നെ ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഗിഡോ ക്രോസെറ്റോ പൊതുവെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഈ പദ്ധതിക്ക് അനുകൂലമല്ലാതെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇറ്റലി ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6th ജനറേഷൻ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നുള്ള ആ സ്വപ്നം പൊലിയുകയാണ്. നമ്മൾ പക്ഷെ നിർമ്മിക്കണം, നമ്മൾ ആ രീതിയിൽ പോകണം. ജപ്പാന്റെ സഹായത്തോടെ നിർമ്മിക്കുന്നുള്ളതാണ്. അതുണ്ടാകാൻ സാധ്യത കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.